ദാറ്റ്സ് വെരി ലോജിക്കലാണ്, റാഷണലാണ്. നോക്കൂ, ആ കണക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കണക്കാണ് ഉണ്ണി ബാലകൃഷ്ണൻ. മാത്തൂരിലും കണ്ണാടിയിലും കഴിഞ്ഞ തവണ LDFിനുണ്ടായ എഡ്ജ് ഇത്തവണ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിരായിരിയിൽ 10,000-ലധികം വോട്ടുകൾ കുറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിരായിരി പഞ്ചായത്തിലാണ് എന്ന് പറയേണ്ടി വരും. അതായത് UDF ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് പിരായിരിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈൻ പ്ലസ് മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്ന UDFിന്റെ മേൽക്കൈയിൽ നടന്നുപോയ വോട്ടുകൾ, ഇതാണ് ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലല്ല, അങ്ങനല്ല. അത് ഇപ്പോൾ സരിൻ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 3000-ന്റെ ലീഡല്ലേ വരുള്ളൂ കൃഷ്ണകുമാറിന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് മുനിസിപ്പാലിറ്റിയിൽ. അങ്ങനെയല്ലേ സരിൻ പറഞ്ഞത്? അതെ, അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. അല്ലെ, 3000-ന്റെ ലീഡല്ലേ വരുള്ളൂ. അങ്ങനെ തന്നെയാണ് ഉണ്ണിയേട്ടാ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 4,000-4,000-അപ്പുറം ചിന്തിക്കണ്ട. ശരി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 6000 വോട്ടിന്റെ ലീഡാണ് കേട്ടോ പിരായിരിയിൽ ഷാഫിക്ക് ഉണ്ടായിരുന്നത്. അതായത് മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരൻ നേടിയ ഭൂരിപക്ഷത്തെ പിരായിരി എന്ന് പറഞ്ഞ ഒറ്റ പഞ്ചായത്ത് കൊണ്ട് റദ്ദാക്കി. എന്നിട്ട് പിന്നെ മാത്തൂരിലും കണ്ണാടിയിലും 2500-ഉം 1400-ഉം ആയിട്ടുള്ള വോട്ട് പിടിച്ചു. അങ്ങനെയാണ് 3853 എന്നുള്ള കണക്ക് വരുന്നത്. അവിടെ ഇപ്പോൾ പിരായിരിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന 3000 വോട്ടിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 4000 വോട്ട് പറയുകയാണെങ്കിൽ ആ 4000 വോട്ട് പിരാരിയിൽ ഈ വോട്ട് കുറഞ്ഞാലും UDFന് കിട്ടും. അപ്പോൾ അത് റദ്ദാക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം മാത്തൂരും കണ്ണാടിയിലും പിടിക്കുന്ന വോട്ട് കൊണ്ട് വീണ്ടും മുന്നോട്ട് വരും. ഇതാണ് കുറച്ചുകൂടി ലോജിക്കൽ. ആയിക്കോട്ടെ, അങ്ങനെ ലോജിക്കലാണ് എന്ന് വിശ്വസിച്ചിരുന്നോളൂ. ഞാൻ എന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് കണക്ക് പറഞ്ഞു, ഞാൻ മറ്റൊരു മിനിറ്റ്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ ഉണ്ണിയേട്ടാ. ഈ 2ാം സ്ഥാനത്ത് UDF മുനിസിപ്പാലിറ്റിയിൽ വന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ വ്യത്യാസത്തെ അങ്ങനെ കാണുന്നത്. എഴുതി വെച്ചോളൂ, അവിടെയാണ് അവിടെ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനകത്ത് 2ാം സ്ഥാനത്ത് UDF വരുമ്പോഴാണ്, മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്ത് UDF വരുമ്പോഴാണ് ഈ പറയുന്ന പിരായിരി പഞ്ചായത്ത് വെച്ചിട്ട് അത് മാനേജ് ചെയ്യുന്നത്. അതേസമയം താങ്കൾ അവകാശപ്പെടുന്നത് 3ാം സ്ഥാനത്തേക്ക് UDF പോകുന്നതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 28,000 വോട്ടിൽ നിന്ന് എത്രയിലേക്കാണ് കുറയുക? 23,000-ലേക്ക്. അതായത് 5000 കുറയും അല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 5000 കുറയും എന്ന് പറഞ്ഞാൽ ഭീകര തോൽവിയാണ് UDFന്റെ. ഒരു കാര്യം കൂടി സരിൻ, ഈ കണ്ണാടിയിലും മാത്തൂരിലും കഴിഞ്ഞ തവണത്തെ റൗണ്ട് എണ്ണി നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ BJP ലീഡ് ചെയ്തു വന്നത് കഴിഞ്ഞ തവണ 12, 13, 14 റൗണ്ടുകൾ, 13 റൗണ്ടുകൾ ലീഡ് ചെയ്തു. അതിൽ ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. ഞാൻ ഇടപെടുന്നത് ഒരു മിനിറ്റ് ഞാൻ ഇടപെടണം, കാരണം പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. കഴിഞ്ഞ തവണ 10 വരെയാണ് ലീഡ് ചെയ്തത്. 10 റൗണ്ടുകൾ, അതിൽ 9,246 വോട്ടുകൾ 10 റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ BJP കേൾക്കൂ. അരുൺ, കഴിഞ്ഞ തവണത്തെ റൗണ്ടിന്റെ കണക്കിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ 274 മെഷീനാണ് എണ്ണിയത്. കോവിഡ് ആയ കാരണം 750-ന് മുകളിൽ വോട്ട് ഒരു ബൂത്തിലും ഇല്ലാതിരിക്കാൻ 274 ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് BJP സ്ഥാനാർത്ഥി കൂടിയുണ്ട്. ചിലപ്പോൾ സരിന് മറുപടി നൽകാൻ അദ്ദേഹം ഇങ്ങനെ വെമ്പുകയായിരിക്കും. അദ്ദേഹം കേട്ടിങ്ങനെ നിൽക്കുകയാണ്. ശ്രീ കൃഷ്ണകുമാർ കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് ഒരു സെക്കൻഡ് കൂടി തരണം. നിങ്ങൾക്ക് സംസാരിക്കാനേ, ഒറ്റ സെക്കൻഡ്. ഞാനൊന്ന് മാത്തൂരിന്റെയും കണ്ണാടിയുടെയും കഥ പറയണം. അതുകൂടി ഇത് കഴിഞ്ഞു. ഈ മാത്തൂരും കണ്ണാടിയിലും ചേർന്ന് ഓക്സിലറി ബൂത്ത് അടക്കം 44 ബൂത്തുകളാണ് ഉള്ളത്. 44. ഈ 44 ബൂത്തുകളിലായി ആവറേജ് 100 വോട്ടിന്റെ ലീഡ് കോൺഗ്രസിനേക്കാൾ നമുക്കുണ്ടാകും. അതായത് ഈ 44 ബൂത്തുകൾ, ഈ 2 പഞ്ചായത്തുകളിൽ നിന്നായി 4400-ൽ കുറയാത്ത വോട്ടുകൾ LDFിനേക്കാൾ നമുക്കുണ്ടാവും. BJPയേക്കാൾ എന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ 10,000 വരെ ആയേക്കാം. BJPയുമായി അത് കമ്പയർ ചെയ്യുമ്പോൾ 10,000 വരെ ആയേക്കാം. എന്തായാലും 44,400-ന്റെ ഇരട്ടിയോളം ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ പെർ ബൂത്ത് BJPയേക്കാൾ 200 വോട്ടും കോൺഗ്രസിനേക്കാൾ 100 വോട്ടും LDF ലീഡ് ചെയ്യും എന്നുള്ളതും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സരിൻ, ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഈ മാത്തൂരിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കേവലം 30 വോട്ടിന്റെ മാത്രമാണ് ലീഡ് ഉണ്ടായിരുന്നത് ഷാഫി മത്സരിക്കുമ്പോൾ. കണ്ണാടിയിൽ ഉണ്ടായിരുന്നത് 163 വോട്ടിന്റെ ലീഡുകൾ മാത്രമാണ്. അപ്പോൾ അത് 2000 വോട്ടുകളിലേക്ക് 2 പഞ്ചായത്തുകളിലായിട്ട് വളരുന്നു എന്നാണ്.
2000-ഉം 2400-ഉം അങ്ങനെയാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. മാത്തൂരിൽ 2000-ഓളം വോട്ടും കണ്ണാടിയിൽ 2400. അതിനുള്ള കാരണമല്ലേ ഞാൻ നേരത്തെ വിശദീകരിച്ചത്. 44,000 വോട്ടുകൾ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളാണല്ലോ. എണ്ണിപ്പറക്കി കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് പേരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ തവണത്തെ നേരിയ ലീഡാണെങ്കിലും മനസ്സിലായല്ലോ. അവിടെയുള്ള 44,000-ൽ വെറും 200 വോട്ട് മാത്രം കുറവുള്ള 43,800 ചില്ലുവാനം വോട്ടുകളിൽ ഞങ്ങൾ 34,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് LDFിൻ്റെ വോട്ടാണെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. പിരാരിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ വോട്ടിൻ്റെ കണക്ക് UDFിൻ്റെ മുമ്പിലുണ്ടല്ലോ. 36,329-ൽ 10,250 വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയി. വെറും 26,086 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ എഡ്ജ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കണക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്. അവിടെ ഒരു ലൈറ്റ് പ്രോബ്ലം ഉണ്ടായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് കൃഷ്ണകുമാറിലേക്ക് അദ്ദേഹം കുറെ നേരമായി അതെ CK, ഈ കണക്കുകൾ കേട്ടുവല്ലോ CK. മുനിസിപ്പൽ